മഴക്കാലത്ത് തെങ്ങിനിടേണ്ട ജൈവവള പ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ ജൈവവള പ്രയോഗങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഏത് മാസത്തിലാണ് വളപ്രയോഗം ചെയ്യേണ്ടത്? എല്ലാ കർഷകർക്കും കൃഷിമിത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രാസവളം എന്നത് ഒരു ടോണിക് അല്ല, അതൊരു അടിസ്ഥാന വളമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്തിൽ പറയപ്പെടുന്നത്. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ അടിസ്ഥാന വളങ്ങളാണ്. ഇത് നമ്മൾ പണ്ട് മുതൽ ജൈവ രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. അതായത് ജൈവ രീതിയിൽ നമ്മൾ കൂടുതൽ വളപ്രയോഗം ചെയ്യുമ്പോൾ വളരെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള രാസവളപ്രയോഗം ചെയ്യുന്നുണ്ട്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അതായത് ഉൽപ്പന്നം നമുക്ക് അധികമായിട്ട് ആവശ്യമുണ്ട്. അതും കാരണം ഇന്നത്തെ തെങ്ങ് കയറാനുള്ള ചാർജ് തന്നെ നമുക്ക് അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കണക്കിലെടുത്താണ് നമ്മൾ രാസവളപ്രയോഗം കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ രാസവളം NPK എന്നത് പറയുന്നത് ഒരു ടോണിക്കായിട്ട് ഇന്നത്തെ കാലത്തിൽ എടുക്കാൻ പറ്റത്തില്ല. രാസവളത്തിൻ്റെ കൂടെ ഒരു കാരണവശാലും മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ 10, 5, 20 ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു പുള്ളിക്കാരത്തി പറയുന്നത് NPK അതായത് 15, 20ൻ്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസും മഗ്നീഷ്യം സൾഫേറ്റും ബോറാക്സൊക്കെ മിക്സ് ചെയ്തിടാമെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു നല്ല ഒരു വളപ്രയോഗ രീതിയല്ല. നമ്മളെല്ലാം എന്ത് ചെയ്താലും മൈക്രോ ന്യൂട്രിയൻസ്, മഗ്നീഷ്യം സൾഫേറ്റ്, CMS എന്നീ വളങ്ങളൊക്കെ നമ്മൾ ചെയ്താലും സെപ്പറേറ്റ് ഇതായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതായത് NPK വളങ്ങൾ സെപ്പറേറ്റ്, മൈക്രോ ന്യൂട്രിയൻസ് വളങ്ങൾ സെപ്പറേറ്റ്. ഞങ്ങളുടെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ വീഡിയോയെല്ലാം വളരെ 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 ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വളരെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ തോന്നും. ഇത് ഉപയോഗിച്ച് ഈ വളപ്രയോഗം നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻപുട്ട് എടുക്കാനും കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ഫിഷ് മാനുവർ ഇടാവോ എന്ന് ചോദിച്ചു. ധാരാളം ഇടാം, ഉപ്പിടാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഓല വെട്ടി അതിൻ്റെ ചുവട്ടിലേക്ക് അടുക്കി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. എന്നുവെച്ചാൽ വളമായിട്ട് ഉപയോഗിക്കാം. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരുന്നത് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള അതുപോയിട്ട് ഇലച്ചെടികളൊക്കെ നമ്മൾ കിട്ടുന്ന ഇലച്ചെടികളൊക്കെ നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടിടാം, ഒക്കെ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പച്ചത്തൊണ്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ അടുക്കി വെച്ച് ഒരിക്കലും നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഉണക്കത്തൊണ്ടായാലും അതേ കണക്ക് തന്നെയാണ്, ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ചെയ്താൽ നമുക്ക് എന്താ പ്രശ്നമാകുമെന്ന് വെച്ചാൽ അതിൻ്റെ കറ വന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് വേര് വന്നിട്ട് ഈ വളങ്ങളെ എടുക്കാൻ പറ്റത്തില്ല. കാരണം മണ്ണിൻ്റെ ആൽക്കലിന് വന്നിട്ട് കൂടും, pH കൂടും. എന്ന് വെച്ചാൽ അതിൻ്റെ പുളിപ്പ് രസം കൂടുക ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും തൊണ്ട് അടുക്കി വെച്ചുകൊണ്ട് നമുക്ക് വളപ്രയോഗമോ അല്ലെങ്കിൽ വളം ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇത് തൊണ്ട് അടുക്കി വയ്ക്കാനോ പാടില്ല. അപ്പോൾ വളപ്രയോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വളം ഇട്ടതിന് ശേഷം, ചില ആൾക്കാരാണ് വളം ഇട്ടതിന് ശേഷം അതിന് പുറത്ത് പച്ചത്തൊണ്ട് അതായത് അല്ലെങ്കിൽ ഉണക്കത്തൊണ്ട് അടുക്കി വെച്ചിട്ട് മണ്ണ് മൂടി ഇടാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ തൊണ്ടിലുള്ള കറകളെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ ആ മണ്ണിൻ്റെ pH കൂടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം നേരെ ആയിട്ടുള്ള രീതിയിൽ വേരെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും തൊണ്ട് അടുക്കിക്കൊണ്ടുള്ള വളപ്രയോഗം വേണ്ട എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ നമുക്ക് ഈ തൊണ്ട് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ തൊണ്ടിനെ എടുത്ത് നമുക്ക് അതിൻ്റെ കറയെ ഇളക്കിയതിന് ശേഷം നമുക്ക് തൊണ്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കറ എടുക്കുക എന്നതെന്ന് വെച്ചാൽ അതായത് ഒരു വലിയ ഡ്രമ്മോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു വലിയ ടാങ്കിനകത്തോ ഈ തൊണ്ടിനെ നമുക്ക് അടുക്കി വെള്ളം നിറച്ചതിന് ശേഷം അതിൽ കൂടെ കുറച്ച് ഒരു പിടി യൂറിയ അതിലേക്ക് ഇട്ട്
ഇട്ടതിന് ശേഷം ഏകദേശം ഒരാഴ്ച ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 20 ദിവസം വരയ്ക്ക് നമുക്ക് ഇട്ട് അതിൻ്റെ കറ എടുക്കാം. കറ എടുത്ത് അതിനെ വാർന്ന് കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് 1, 2, 3 പ്രാവശ്യം നമുക്ക് ഈ രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ കറ ഫുള്ളായിട്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ തൊണ്ടുകൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മേൽവശത്ത് അടുക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഏറ്റവും നല്ലൊരു രീതി. കറ എടുത്തതിന് ശേഷം മാത്രമേ തൊണ്ടടുക്കിയിട്ടുള്ള വളപ്രയോഗം ചെയ്യാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇങ്ങനെ ചെയ്തിട്ടുള്ള തെങ്ങുകളുടെ കൊച്ചിങ്ങ കൊഴിച്ചൽ കൂടുതലായിരിക്കും. ഇല വന്നിട്ട് അതിൻ്റെ ഇലയുടെ എണ്ണം കുറവായിരിക്കും. ഇങ്ങനെ പല സിംറ്റമും നമുക്ക് കാണിക്കാറുണ്ട്. കൂടുതലും കൊച്ചിങ്ങ നമ്മൾ അതിൻ്റെ മേലിൽ ഒന്നും കാണത്തില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ എന്ത് വളം ഇട്ട് കൊടുത്താലും അത് എടുക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. തെങ്ങിന് എങ്ങനെയാണ് ജൈവ വളപ്രയോഗം ചെയ്യേണ്ടത്? തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 3 അടി മാറ്റി 1 അടി താഴ്ചയിൽ ഒരു ഫുൾ സർക്കിൾ എടുക്കുക. എടുത്തതിന് ശേഷം ക്വിക്ക് ലൈം തെങ്ങിൻ്റെ ചുവട്ടിൽ 1 കിലോ മൊത്തത്തിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് വെതറി കൊടുക്കേണ്ടി വരും. 1, 2 കിലോ ഇടാം. അതിൽ നമുക്ക് ക്വിക്ക് ലൈം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഹൈഡ്രേറ്റ് ലൈം ഇടാറുണ്ട്. ഹൈഡ്രേറ്റ് ലൈം ആകുമ്പോൾ നമുക്ക് സമയം 15 ദിവസം എടുക്കും വളം വീണ്ടും ഇടാൻ വേണ്ടി. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ലത് ക്വിക്ക് ലൈമാണ്. ക്വിക്ക് ലൈം വന്നിട്ട് ഒരു തെങ്ങിന് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ഇടാം. കുമ്മായം ഇടുന്നതിൻ്റെ ഉദ്ദേശം മണ്ണിൻ്റെ പുളിപ്പ് രസം മാറ്റുവാൻ വേണ്ടിയാണ്. pH ബാലൻസ് ചെയ്ത് തരും. 6.5 എന്ന റേഞ്ചിലേക്ക് നമുക്ക് മണ്ണിനെ ഒരുക്കി തരാൻ കുമ്മായവും അല്ലെങ്കിൽ ഡോളമേറ്റോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ വളമാണ് ഇടേണ്ടത്? അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടേണ്ട ജൈവവളങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് തന്നെ പറയുമ്പോൾ ഇത് വറുത്ത് പൊടിച്ചതാണ്. ഫസ്റ്റ് ക്വാളിറ്റി വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബൂസ്റ്റിൻ്റെ പൊടി പോലെ ഉണ്ടാവും. ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇതിൽ വന്നിട്ട് നൈട്രജൻ 5%, ഫോസ്ഫറസ് 2%, 2.5 ആൻഡ് പൊട്ടാഷ് വന്നിട്ട് 3%മാണ് ഈ വേപ്പിൻ പിണ്ണാക്കിൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ 1, 2 കിലോ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടാവുന്നതാണ്. നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടതിന് ശേഷം തന്നെ സീവീഡ് എക്സ്ട്രാക്റ്റ് തെങ്ങിന് ഇടാവുന്നതാണ്. സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ജൈവ രീതിയിൽ കിട്ടാൻ സഹായിക്കുന്ന ഒരു വളമാണ് സീവീഡ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് ആൻഡ് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഈ തെങ്ങിൽ നിന്ന് സീവീഡ് എക്സ്ട്രാക്റ്റ് ഒരു തെങ്ങിന് 250 ഗ്രാം നമുക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷത്തിലിടാം. തെങ്ങിന് നൈട്രജൻ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നല്ല നൈട്രജൻ ഉണ്ടെങ്കിൽ തെങ്ങിൻ്റെ ലീഫ് നല്ല പച്ചയായിട്ടുണ്ടാകും. അപ്പോൾ തെങ്ങ് നല്ല ആരോഗ്യമായിട്ട് നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നൈട്രജൻ നമുക്ക് സ്ലറി രൂപത്തിൽ കിട്ടും, പൊടിയിൽ നിന്ന് കിട്ടും, പച്ചച്ചാണകത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ പച്ചച്ചാണകം നമുക്ക് പച്ചച്ചാണകം, കോഴിക്കാഷ്ടം, പിന്നെ അതുപോലെ ആട്ടിൻ കാഷ്ടം, ഇതൊക്കെ നമ്മൾ തെങ്ങിന് കൊടുക്കുമ്പോൾ ഈ കുണ്ടളപ്പുഴുക്കൾ അധികം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. ഒരു 5 കിലോ ചാണകം ഒരു 10-20 ലിറ്ററിൽ നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ പൊടിയായിട്ടിടുമ്പോൾ അതിനെ നമ്മൾ അണുവിമുക്തമാക്കിയിട്ട് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ കുണ്ടളപ്പുഴു വന്ന് പ്രത്യേകിച്ചും പൊക്കം കുറഞ്ഞ തെങ്ങുകൾക്ക് ഈ പ്രശ്നം കൂടുതലുണ്ടാകും. എന്ന് വെച്ചാൽ ഈ കുണ്ടളപ്പുഴുക്കൾ വന്ന് ഇതിൻ്റെ മണ്ടയെ അറ്റാക്ക് ചെയ്ത് തെങ്ങ് മറിച്ചിടാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവേ ചാണകം ഒഴിവാക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ സീവീഡ് എക്സ്ട്രാക്റ്റ് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞത്. സീവീഡ് എക്സ്ട്രാക്റ്റും ഈ വേപ്പിൻ പിണ്ണാക്കും നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഫോസ്ഫറസ് നമുക്ക് ബോൺ മീലിൽ കിട്ടുന്നുണ്ട്, പിന്നെ അതിൽ കാൽഷ്യം കിട്ടുന്നുണ്ട്. അല്ലാതെ തന്നെ ഫോസ്ഫറസ് നമുക്ക് DAP, ഓർഗാനിക് DAP ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് പല കമ്പനികളിലും കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് സ്പിക്ക് കമ്പനിയിൽ വരുന്നുണ്ട്. ഞാൻ ഈ സ്പിക്ക് കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, അവൈലബിൾ നിങ്ങളടുത്ത് പറയുന്നതേ ഉള്ളൂ. അത് പ്രോം എന്ന പേരിലാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് 1-2 കിലോ ഒരു തെങ്ങിന് ഈ ഓർഗാനിക് DAP, അതായത് ഓർഗാനിക് ഫോസ്ഫറസ് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഈ എല്ലുപൊടിയും ഒരു തെങ്ങിന് നമുക്ക് 2 കിലോ അല്ലെങ്കിൽ 1 കിലോ ഇടാവുന്നതാണ്. അപ്പോൾ ഓർഗാനിക് ഫോസ്ഫറസ് കൊണ്ട് തെങ്ങിനുള്ള ഗുണം നല്ല വണ്ണമുള്ള വേരുണ്ടാകും, നല്ല
വണ്ണം വയ്ക്കും, നല്ല ഉറപ്പും ഉണ്ടാവും തെങ്ങിന്. ഈ 2-3 കാര്യങ്ങളും തെങ്ങിന് ഓർഗാനിക് ഫോസ്ഫറസ് കൊണ്ട് നല്ല ഗുണങ്ങളുണ്ട്. ഇനി അടുത്തത് ബയോ പൊട്ടാഷ്. ഇത് ബയോ പൊട്ടാഷ്, ഇതിനെ ബ്ലാക്ക് പൊട്ടാഷ് എന്നും പറയുന്നുണ്ട്. ഇത് ചാരത്തിനെ കമ്പോസ്റ്റാക്കി നമുക്ക് തരുന്നതാണ് ഈ പൊട്ടാഷ്. ഒരു തെങ്ങിന് 2-5 കിലോ വരയ്ക്കും ഇടാം. എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല, മണ്ണിൻ്റെ അമ്ലത കൂടുകയോ ഒന്നും ചെയ്യത്തില്ല. ധൈര്യമായിട്ട് നമുക്ക് ഈ പൊട്ടാഷ് ഇടാൻ പറ്റുന്നതാണ്. ഈ ബയോ പൊട്ടാഷ് കൊണ്ട് തെങ്ങിന് എന്താ പ്രയോജനം? നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകുന്നു. അടുത്തത് നമ്മൾ തെങ്ങിനിടുന്നത് ഹ്യൂമിക് ആസിഡാണ്. ഹ്യൂമിക് ആസിഡ് ഒരു തെങ്ങിന് 100 മുതൽ 250 ഗ്രാം വരയ്ക്കും ഇടാം. ഹ്യൂമിക് ആസിഡ് കൊണ്ട് തെങ്ങിന് എന്താ പ്രയോജനം? പുതിയ വേരുകൾ പൊട്ടി വരുവാനും അതുപോയിട്ട് തെങ്ങിന് വളം എടുത്തു കൊടുക്കുന്ന വെള്ളവേരുകളുടെ എണ്ണം അധികമായി വർദ്ധിക്കാനും ഹ്യൂമിക് ആസിഡ് കൊണ്ട് സഹായിക്കുന്നു. ഇനി അടുത്ത് ജൈവ രീതിയിൽ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്ന വളമാണ് മൈക്കോറൈസിയ. മൈക്കോറൈസിയ ഒരു തെങ്ങിന് 50 ഗ്രാം ഏറ്റവും കൂടിയ അളവിൽ ഇടാവുന്നതാണ്. കുറഞ്ഞ അളവ് 25 ഗ്രാം. മൈക്കോറൈസിയൽ കൊണ്ട് തെങ്ങിൻ്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന നമ്മളിട്ട ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഹ്യൂമിക് എന്നീ വളങ്ങളെല്ലാം തന്നെ തെങ്ങിൻ്റെ വേരിന് കറക്റ്റായിട്ട് മുറയിൽ എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വളമാണ് മൈക്കോറൈസിയൽ. അപ്പോൾ അത് നമ്മളൊരു തെങ്ങിന് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വളങ്ങളിട്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് തെങ്ങിന് നഷ്ടം വരില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് അടിച്ചു പറയുകയാണ്. കാരണം നല്ല ഫലപ്രദം ഉണ്ടാവും. അപ്പോൾ ജൈവവളം ഇടുമ്പോൾ തന്നെ നമുക്ക് തെങ്ങിന് മൈക്രോ ന്യൂട്രിയൻസും കൊടുക്കണം. ഈ ജൈവവള രീതി നമ്മൾ തെങ്ങിന് ചെയ്യുമ്പോൾ തെങ്ങിൻ്റെ ആയുസ്സും ആരോഗ്യവും കൂടുതൽ കാലം നിൽക്കാൻ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കരിക്കും വെള്ളത്തിന് നല്ല ടേസ്റ്റുണ്ട്. അതുപോലെ തന്നെയാണ് തേങ്ങയ്ക്കും നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമ്മൾ തെങ്ങിന് ഇടാൻ പോകുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് ഒരു തെങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമാണ്, സെക്കൻഡറി ന്യൂട്രിയൻസും ആവശ്യമാണ്. സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, അത് നിർബന്ധമായിട്ട് നമ്മൾ തെങ്ങിനിടണം. അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഇടുമ്പോൾ നമുക്ക് തെങ്ങിന് എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനിന്നിപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി തെങ്ങിൻ്റെ ചോട്ടിൽ ഈ ഒരു വളം ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, അതിനെ കവർ ചെയ്തിട്ടില്ല, 3 അടി മാറ്റിയിട്ട്. ഇനി അടുത്ത് അതിൻ്റെ തൊട്ട് മേളിലായിട്ട്, അതായത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് 2 അടി മാറ്റി ഒരു തടം എടുക്കുക. അത് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ 2 അടി സർക്കിളിൽ വീണ്ടും ഒരു തടം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇടേണ്ട വളങ്ങൾ എന്ന് വെച്ചാൽ മൈക്രോ ന്യൂട്രിയൻസ് വളങ്ങളാണ് ഇടേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഈ മൈക്രോ ന്യൂട്രിയൻസും ഈ ജൈവവളവും ഒന്നിച്ച് ഇടാൻ പാടില്ല. അത് നിർബന്ധമാണ്, നിങ്ങൾ ഇടാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇടും നോക്കാം. അതിന് എന്തൊക്കെ വളം ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മൾ 2 അടി മാറ്റി ഒരു അടി താഴ്ചയിൽ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടേണ്ട വളപ്രയോഗങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് 250 ഗ്രാം. ഇതാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഇത് ഏറ്റവും തെങ്ങിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടിയ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇത് ഒരു തെങ്ങിന് 250 ഗ്രാം മുതൽ 1/2 കിലോ വരെ ഇടാം. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇടാം. 2 പ്രാവശ്യം ഇടുന്നതെങ്കിൽ 250 ഗ്രാം മതിയാവും. മൈക്രോ ന്യൂട്രിയൻസ് കൊണ്ട് തെങ്ങിന് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ തെങ്ങിന് പ്രതിരോധശേഷി വർദ്ധിക്കുന്നു. പിന്നെ കൊച്ചിങ്ങ കൊഴിച്ചൽ, ഈ വക ഐറ്റംസ്, ഈ കൊച്ചിങ്ങ കൊഴിച്ചൽ, ഇല വന്നിട്ട് പനയില ഇല പോലെ വരിക എന്നതൊക്കെ മാറ്റിത്തരാൻ വേണ്ടി മൈക്രോ ന്യൂട്രിയൻസ് സഹായിക്കുന്നുണ്ട്. ഒരു തെങ്ങിന് 250 ഗ്രാം മുതൽ 1/2 കിലോ വരയ്ക്ക് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാവുന്നതാണ്. അത് തെങ്ങിൻ്റെ സ്പെഷ്യൽ മൈക്രോ ന്യൂട്രിയൻസ് തന്നെ അവൈലബിൾ ആണ്. അത് ഞങ്ങളുടെ കൃഷിമിത്രയിലും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ആവശ്യമുള്ളവർക്ക് ചോദിച്ച് മേടിക്കാം. ഇനി ഇടേണ്ടത് CMS ആണ്. CMS എന്ന് പറഞ്ഞാൽ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു തെങ്ങിന് 1/2 കിലോ ഇടണം. CMS ഒരു തെങ്ങിന് 1/2 കിലോ ഇടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? നല്ലവണ്ണം മണ്ണിളക്കം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വേരുകളെല്ലാം നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് CMS. അപ്പോൾ നമ്മളത് ഒരു തെങ്ങിന് 1/2 കിലോ മസ്റ്റായിട്ട് ഇടുക. ഇനി നമുക്ക് തെങ്ങിന് ഇടേണ്ടത് മഗ്നീഷ്യം സൾഫേറ്റ്. ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നമ്മൾ ഒരു തെങ്ങിന് 1/2 കിലോ ഇടേണ്ടതാണ്. മഗ്നീഷ്യം സൾഫേറ്റ് കൊണ്ട് തെങ്ങിന് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇല മഞ്ഞളിപ്പ് മാറ്റി കിട്ടുന്നുണ്ട്. പിന്നെ എയർ സർക്കുലേഷൻ നല്ലവണ്ണം തരാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണ്ണിളക്കം കെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഒരു നല്ല ഗുണങ്ങളാണ്. നമുക്ക് അടുത്തിടാൻ പോകുന്നത് ബോറാക്സ് ആണ്. കേരളത്തിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് ബോറാക്സ്. മൈക്രോ ന്യൂട്രിയൻസിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ബോറാക്സ്. ബോറാക്സ് ഞാൻ പല പ്രാവശ്യവും നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലും തെങ്ങിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ബോറാക്സ് നമുക്ക് ആവശ്യമാണെന്ന്. പക്ഷേ ഒരു തെങ്ങിന് 100 150 ഗ്രാം, മാക്സിമം 200-250 വരയ്ക്കും നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ബോറാക്സ് കൊണ്ട് തെങ്ങിനുള്ള പ്രയോജനം, കൊച്ചങ്ങ കൊഴിച്ചൽ കൂടുതൽ മാറുവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ വാഴച്ചുണ്ട് പോലെ നീണ്ടു വരുന്നത് മാറുവാൻ സഹായിക്കുന്നുണ്ട്. പനര ഇല പോലെ ചേർന്ന് വരുന്നത് ഈ ബോറാക്സ് കൊണ്ട് മാറുവാൻ സഹായിക്കുന്നുണ്ട്. അതിന് ഉപരി നമുക്ക് ബോറാക്സ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കേരളത്തിൽ ബോറാക്സ് ഡിഫിഷ്യൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു തെങ്ങിന് കുറഞ്ഞത് ഒരു 100 150 ഗ്രാം 250 ഗ്രാം വരയ്ക്ക് നമുക്ക് ഇടാവുന്നതാണ്. ഇതാണ് കോപ്പർ സൾഫേറ്റ്. തെങ്ങിന് കോപ്പർ സൾഫേറ്റ് 25 ഗ്രാം മുതൽ 50 ഗ്രാം വരെയും ഇടാവുന്നതാണ്. നിർബന്ധമായി ഇടണമെന്നില്ല. അതിന് ചില ഡിഫിഷ്യൻസി വരികയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. തെങ്ങിൻ്റെ പൂക്കുല പിരിയാതെ ആ പൂവ് അവിടെ തന്നെ ഇരുന്ന് കരിഞ്ഞ് മൊച്ചിങ്ങയായിട്ട് അതും കരിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കോപ്പർ സൾഫേറ്റ് ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് തെങ്ങിൻ്റെ ലീഫിൻ്റെ അഗ്രഭാഗം കരിഞ്ഞ് മേലോട്ട് വരികയാണെങ്കിലും കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊണ്ട് തെങ്ങിന് നമ്മൾ ഇത്രയും വളങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തെങ്ങിനുള്ള ലാഭം അല്ലെങ്കിൽ പ്രയോജനം, മൊത്തത്തിലുള്ള പ്രയോജനം എന്നറിയട്ടെ. ഈ തെങ്ങിലുള്ള ബാക്ടീരിയ, അതായത് രോഗങ്ങൾ, വൈറസ് എന്നിവ കൺട്രോൾ ചെയ്യാനും ഇതുകൊണ്ട് നമുക്ക് സഹായിക്കുന്നു. നമ്മൾ തെങ്ങിനെ നോക്കിയാൽ ചൊറി പിടിച്ചിരിപ്പുണ്ടാകും. ആ ചൊറികളെല്ലാം ഈ വളങ്ങൾ കൊണ്ട് മാറ്റുവാൻ സഹായിക്കുന്നു. ഒരു തെങ്ങിന് 2 രീതിയിലാണ് വളങ്ങൾ അതിന് കിട്ടുന്നത്. 2 ട്യൂബുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ട്യൂബിൽ കൂടി വളം പോവുകയും ഇന്നൊരു ട്യൂബിൽ കൂടി അതിൻ്റെ ജലാംശയം എടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ട്യൂബിൽ ബാക്ടീരിയ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ നമ്മൾ എല്ലാം കൂടി ഇല ചൊറി പിടിച്ച് ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സോൾവ് ചെയ്ത് തരുന്നത് ഈ കുമ്മായവും പ്ലസ് ഈ മൈക്രോ ന്യൂട്രിയൻസ് മിശ്രിതവുമാണ്. അതായത് ഇൻഡിവിജ്വൽ ന്യൂട്രിയൻസ്, അതായത് സെക്കൻഡറി ന്യൂട്രിയൻസ്, ബോറാക്സ് എന്നിവയെല്ലാം നമുക്ക് ഈ രോഗത്തിനെ മാറ്റിത്തരാൻ സഹായിക്കുന്നു. കാരണം ഇമ്മ്യൂണിറ്റി പവർ കൊടുത്ത് ഈ തെങ്ങിനെ നമുക്ക് പഴയത് അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒഴിവാക്കി വയ്ക്കാൻ പാടില്ല. തെങ്ങിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇട്ട വളങ്ങളെല്ലാം വേസ്റ്റാകാതെ മൂടണം. അതാണ് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത്. ഈ കുഴികളെല്ലാം നമുക്ക് ചുറ്റിലും മണ്ണ് ഇട്ട് മൂടിയതിന് ശേഷം മാത്രമേ, കാരണം മണ്ണിട്ട് മൂടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മഴവെള്ളം വന്ന് ഇത് ഒലിച്ചെടുത്തുകൊണ്ട് പോകും. ഇത്രയും ജൈവവളങ്ങളും മൈക്രോ ന്യൂട്രിയൻസും തെങ്ങിനിടുമ്പോൾ ഒരു തെങ്ങിനുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 350-400 ആവും. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരിക്കലും നഷ്ടം വരില്ല. കാരണം നമുക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം എടുക്കാൻ പറ്റുന്നുണ്ട്. തെങ്ങിൻ്റെ ആയുസ് നമുക്ക് വർദ്ധിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പ്രതിരോധ ശേഷികൾ കൊടുക്കുവാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ വളത്തിൽ നമുക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ജൈവവള കൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഈ വളങ്ങളെല്ലാം എങ്ങനെയാണ് തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടുക എന്നതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് തന്നെ ഒരു ഡെമോ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടത്തേക്ക് പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തെങ്ങിൻ്റെ വളപ്രയോഗം ചെയ്യുവാനായിട്ടാണ്. അതും വെള്ളയാനിയിലൊരു തെങ്ങിൻ തോപ്പിലാണ്. വരൂ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 3 അടി ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു ഫുൾ സർക്കിൾ എടുത്തിരിക്കുക. അപ്പോൾ ആ സർക്കിളിൻ്റെ താഴ്ച എന്ന് പറയുന്നത് 1 അടി ഉണ്ടാവും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് 2 അടി ഡിസ്റ്റൻസിൽ വീണ്ടും ഒരു കുഴി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്തിനാണെന്ന് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കുമ്മായം ഇടുകയാണ്. കുമ്മായം ഒരു തെങ്ങിന് 1 കിലോയിൽ നിന്ന് 2 കിലോ വരയ്ക്കും നമുക്ക് ഇടാം. അതായത് ഇത് വലിയ തെങ്ങാണ്, ഏകദേശം 18 വർഷത്തോളം പ്രായമുള്ള തെങ്ങാണ്. ഇതാണ് ക്വിക്ക് ലൈം. നമ്മൾ ഈ കുമ്മായം ഇട്ടുകയാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് രാസവളമായിരുന്നാലും ജൈവവളമായാലും ഇടാം എന്നതാണ്. ക്വിക്ക് ലൈം ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ തന്നെ രാസവള പ്രയോഗമോ അല്ലെങ്കിൽ ജൈവവള പ്രയോഗമോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ലൈമാണെങ്കിൽ മാത്രം സമയമെടുക്കും. അതായത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ
വളപ്രയോഗം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഈ കുമ്മായം ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്ത് തരാനാണ്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റുള്ള വേപ്പിൻ പിണ്ണാക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അത് ഒരു തെങ്ങിന് 2 കിലോ ആവശ്യമാണ്. അപ്പം ഈ വേപ്പിൻ പിണ്ണാക്കിനെന്ന് പറയുമ്പോൾ നല്ല വറുത്ത് പൊടിച്ച വേപ്പിൻ പിണ്ണാക്കാണ്. ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇത് 3ഉം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു തെങ്ങിന് 2 കിലോ ആണ് ചുറ്റും കറക്റ്റ് ചെയ്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2 കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കുഴിയിൽ ആദ്യം ഇടുന്നത് NPK മാത്രമേ നമ്മൾ ഈ ആദ്യത്തെ കുഴിയിൽ നമ്മൾ ഇടത്തുള്ളൂ. അതായത് 3 അടി ഡിസ്റ്റൻസുള്ള കുഴിയിൽ ഇടുന്നത് NPK മാത്രമേ ഇടത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഇടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് 2 കിലോ ചുറ്റും നമ്മൾ റൗണ്ട് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നൈട്രജൻ്റെ തന്നെ സീവീഡ് വളം ഇടാൻ പോകുന്നത്. നമ്മൾ ഇനി ഇടാൻ പോകുന്നത് നൈട്രജൻ കണ്ടൻറ്റുള്ള സീവീഡ് എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് ഒരു തെങ്ങിന് 250 ഗ്രാം, നമുക്ക് 250 ഗ്രാം മുതൽ 1/2 കിലോ വരയ്ക്കും ഇടാൻ പറ്റുന്നതാണ്. ഇച്ചിരി വില കൂടുതലാണ്, പക്ഷേ ഏറ്റവും നല്ലത് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് നമുക്കിടാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ളവർ ഇടാം എന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്നത് ഫോസ്ഫറസ് വളമാണ്. അതായത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഫോസ്ഫറസ് ആണ് ഇത്. അതായത് നമ്മൾ DAP എന്ന് പറയില്ലേ, അതുപോലെ ഇത് ഓർഗാനിക് DAP ആണ്. ഇത് ഒരു തെങ്ങിന് നമുക്ക് 1 കിലോ വരയ്ക്കും ഇടാം, 1 നിന്ന് 2 കിലോ വരെ ഇടാം. പക്ഷേ നമ്മളിപ്പം ഈ ഓർഗാനിക് ഫോസ്ഫറസ് ഇടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 കിലോ എല്ലുപൊടി ഇടുന്നതുകൊണ്ട് ഇപ്പോൾ ഫോസ്ഫറസിന് നമ്മൾ ഇടുന്നത് കൊണ്ടുള്ള ഫലം എന്തെന്ന് വെച്ചാൽ റൂട്ട് നന്നായിട്ട് വലുതാവുകയും പിന്നെ വണ്ണം, അതായത് ഒരു പ്ലാന്റ്സ് നമ്മൾ തെങ്ങാണല്ലോ, തെങ്ങിന് നല്ല വണ്ണം വയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് എല്ലുപൊടി. എല്ലുപൊടിയിലും ഫോസ്ഫറസ് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ എല്ലുപൊടി നമ്മൾ ഒരു തെങ്ങിന് 1 കിലോ ഇടേണ്ടതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് പൊട്ടാഷ് എന്ന് പറയും. ബ്ലാക്ക് പൊട്ടാഷ് എന്ന് പറയുമ്പോൾ ഇത് ചാരമാണ്. ഇത് കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ള ചാരമാണ്, കമ്പോസ്റ്റ് ആക്കിയെടുത്തിട്ടുള്ള ചാരമാണ്. അപ്പോൾ ഇത് നമ്മൾ എത്ര ഇട്ടാലും തെങ്ങിന് വലിയ കുഴപ്പമുണ്ടാക്കത്തില്ല. കാരണം ഒരു തെങ്ങിന് നമുക്ക് ആവറേജ് ഏറ്റവും കുറഞ്ഞത് ഒരു 2 കിലോ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 2 കിലോ 5 കിലോ വരെ ഇടാം. അപ്പോൾ നമ്മൾ അല്ലാതെ ഇട്ടുകയാണെങ്കിൽ ഒരു 5 കിലോ ചാരം ഇടുകയാണെങ്കിൽ ആ തെങ്ങിനും മണ്ണിനും നല്ലതല്ല. ഇത് കമ്പോസ്റ്റഡ് ആക്കിയിട്ടുള്ള ചാരമാണ്. സോ നമ്മൾ ഒരു തെങ്ങിന് നമ്മളിപ്പോൾ ഇടുന്നത് 2 കിലോ ആണ്. ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള ഈൽഡ് കിട്ടാൻ, അതായത് കൂടുതൽ ഫ്ലവറിങ് വരാൻ ഈ പൊട്ടാഷ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് ഇടുന്നത് കൊണ്ട് നമുക്ക് തെങ്ങിന് ഒരു ദോഷവും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് NPK എന്നുള്ള 3 വളങ്ങൾ കൊടുക്കുന്നത്. നമ്മളിത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വളം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേൽമണ്ണ് ഈ വളത്തിൻ്റെ പുറത്തേക്കിട്ട് മൂടണം. എന്നാൽ ഈ വളങ്ങൾ കൂടുതൽ വേസ്റ്റ് ആവത്തില്ല. എന്ന് വെച്ചാൽ ഈ കൂടുതൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് ഒലിച്ചു പോകത്തില്ല. ഇത് മൈക്രോറൈസയാണ്. ഈ മൈക്രോറൈസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വളങ്ങളെല്ലാം വേരിന് നല്ല രീതിയിൽ എടുത്തു കൊടുക്കാനും ഈ വളത്തിൻ്റെ അളവൊന്നും വേസ്റ്റ് ആകത്തില്ല. അത് നമ്മൾ ചുറ്റിലും ഇട്ടുകൊടുക്കും. 2 രീതിയിലിടാം. അതായത് നമുക്ക് ആദ്യത്തെ ജൈവവള പ്രയോഗത്തിലും ഇടാം, രാസവള പ്രയോഗത്തിലും ഇത് ചെയ്യാവുന്നതാണ്. മൈക്രോറൈസ ഏറ്റവും നല്ലതാണ് തെങ്ങിനും മറ്റു ചെടികൾക്കും. ഈ മൈക്രോറൈസ ഒരു തെങ്ങിന് ഒരു 50 ഗ്രാം മതിയാവും. ഭയങ്കര നല്ല വിലയുള്ള ഒരു പ്രോഡക്റ്റാണ്, അതുകൊണ്ട് 50 ഗ്രാം മതിയാവും. ഹ്യൂമിക് ആസിഡ് നിർബന്ധമായിട്ടും ഹ്യൂമിക് ആസിഡ് ഇടുന്നതെന്ന് ഞാൻ പറയത്തില്ല. ഹ്യൂമിക് ആസിഡ് ഇട്ടാൽ കൂടുതൽ വേരുകൾ ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആവുകയും അതിൽ നിന്ന് നമുക്ക് ഇട്ടിരിക്കുന്ന ഈ വേരുകൾ, ഇപ്പോൾ പൊട്ടിപ്പോയി ഒത്തിരി വേരുകളുണ്ടാവും. ഈ വേരുകളെല്ലാം നല്ല രീതിയിൽ പുതിയതായിട്ട് വന്ന് ഈ വളങ്ങളെല്ലാം എടുത്തു കൊടുക്കാൻ സഹായിക്കും. അപ്പോൾ ഹ്യൂമിക് ആസിഡ് ഒരു 100-ലിരുന്ന് 150 ഗ്രാം, ഹയസ്റ്റ് ആയിട്ട് 250 ഗ്രാം വരയ്ക്ക് നമുക്ക് ഹ്യൂമിക് ആസിഡിൻ്റെ ഗ്രാനുവൽസിൽ മൂട്ടിയിടുന്നതാണ് നല്ലത്. പിന്നെ ഹ്യൂമിക് ആസിഡ് കൊണ്ട് വേറൊരു നല്ലൊരു ഫലവും കൂടിയുണ്ട്. മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്ത് തരാനും
ഹ്യൂമിക് ആസിഡ് നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ജൈവവളത്തിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ പച്ചില വളങ്ങൾ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിന് മേലെ ബെഡടിക്കിയിട്ട് നമുക്ക് മണ്ണ് മൂടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇട്ട വളത്തിന് നമ്മൾ മണ്ണിട്ട് മൂടുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇട്ടിട്ടുണ്ട്. 2 നമ്മൾ ഇട്ടിട്ടുള്ളത് സീവീഡ് എക്സ്ട്രാക്റ്റ് ഒരു 250 ഗ്രാം വരയ്ക്ക് നമുക്കിടാം. പിന്നെ നമ്മൾ ഫോസ്ഫറസ് ആയിട്ട് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. ഓർഗാനിക് ഫോസ്ഫറസിന് നമ്മൾ 1 കിലോ ഇട്ടിട്ടുണ്ട്. 3ാമത് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞ പൊട്ടാഷ്, ബയോ പൊട്ടാഷ്. അതിൻ്റെ മേലിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് മൈക്രോറൈസ്യ. അത് കഴിഞ്ഞിട്ട് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ ഫലപ്രദമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 3 അടി മാറ്റിയാണല്ലോ നമ്മൾ തടം എടുത്തത്. അത് 2 കുഴി എടുത്തിട്ടുണ്ടായിരുന്നു, 2 തടം. ആ 2 തടത്തിൽ ആദ്യത്തെ തടത്തിൽ നമ്മൾ ഈ ജൈവ വളങ്ങളിട്ട് മൂടുകയാണ്. അടുത്ത ഇനി നമ്മൾ 2ാമത്തെ തടത്തിൽ എന്താ ഇടുന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മൂടിയതിന് ശേഷം പറഞ്ഞുതരാം. ഇടുന്നത് വളരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം ഒരു പ്രത്യേക ശൈലിയിലാണ് ഇടുന്നത്. ഇത് നിങ്ങൾക്ക് നല്ലവണ്ണം കായ്ഫലം ഉണ്ടാക്കാനും സപ്പോർട്ട് ചെയ്യും. പിന്നെ മണ്ണിൻ്റെ നല്ല ബാക്ടീരിയസുകളൊന്നും നശിച്ചു പോകാതെ തന്നെ മണ്ണിൽ സംരക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചാണകം വേണമെങ്കിൽ ചാണകം ഉപയോഗിക്കാം, പക്ഷേ പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചച്ചാണകം ഇടാം, പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണമെന്ന്. അതേപോലെ ഉണക്കച്ചാണകമാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. കാര്യം ഈ വലിയ തെങ്ങുകൾക്ക് കുഴപ്പമില്ല വണ്ടിൻ്റെ ശല്യം. ചെറിയ തെങ്ങുകൾക്കാണെങ്കിൽ ഇത് കുണ്ടളപ്പുഴ ഉണ്ടാക്കി പെട്ടെന്ന് തെങ്ങിനെ മറിച്ചു വിടാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ചാണകം ഇടുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിടുക. ചാണകത്തിന് ബദലായിട്ടാണ് നമ്മൾ നൈട്രജൻ്റെ സീവീഡ് എക്സ്ട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് സീവീഡ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ ചാണകം ഇടുന്നതിൽ തെറ്റൊന്നുമില്ല, ബട്ട് ഈ വണ്ടിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ചാണകത്തിനെ ഒഴിവാക്കിയത്. ഇനി നമ്മൾ 2ാമത്തെ കുഴി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എന്തിനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജൈവവളവും മൈക്രോ ന്യൂട്രിയൻസും ഒന്നിച്ച് മിക്സ് ചെയ്താലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന വളമാണ് ഈ മറ്റു വളത്തിനെ താഴ്ത്തിക്കളയും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇടുന്നത്. ജൈവവളവും മൈക്രോ ന്യൂട്രിയൻസ് അതായത് സെക്കൻഡറി ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞാൽ 2 ആയിട്ട് തിരിച്ചാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഇതുകൊണ്ട് നമുക്ക് എന്താ ഒരു ലാഭമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ജൈവവളത്തിൻ്റെ പവർ കുറയ്ക്കത്തില്ല. അപ്പോൾ ഈ ജൈവവളം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ തെങ്ങിൻ്റെ വേരിന് എടുത്തു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ നേരെ മറിച്ച് 2ഉം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തെങ്ങിൻ്റെ വേരെടുക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസും മറ്റ് മെഗ്നീഷ്യം സൾഫേറ്റ് വളങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 2ഉം ആദ്യത്തെ ജൈവവളം 3 അടിയും ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസ് വളം 2 അടിയുടെ ഡിസ്റ്റൻസിൽ ഇടുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെ ഇട്ട് കൊടുക്കും? മൈക്രോ ന്യൂട്രിയൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതും ഈ മൈക്രോ ന്യൂട്രിയൻസിൽ ശരിക്കും പറഞ്ഞാൽ സിങ്ക്, മാംഗനീസ്, ബോറോൺ, കോപ്പർ, മോലിബ്ഡനം ഇങ്ങനെയുള്ള എല്ലാ ന്യൂട്രിയൻസാണ്. ഇപ്പം തെങ്ങിൻ്റെ മൊച്ചിങ്ങ കൊഴിച്ചൽ പിന്നെ ഇങ്ങനെ പല അസുഖങ്ങളും ഇതിൽ നിന്ന് മാറ്റി കിട്ടും. നമ്മൾ തെങ്ങിന് ഒരു വർഷത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് 2 പ്രാവശ്യം ഇടേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞത് 250 ഗ്രാമിലിരുന്ന് ഒരു 1/2 കിലോ വരയ്ക്കും ഒരു തെങ്ങിന് ഇടാവുന്നതാണ്. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തെങ്ങിന് 1/2 കിലോ മെഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ മസ്റ്റായിട്ട് ഇടണം. ഇത് നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള മെഗ്നീഷ്യം സൾഫേറ്റാണ്, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ മെഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഇടുമ്പോൾ എന്തൊക്കെ പ്രയോജനം എന്ന് വെച്ചാൽ മണ്ണിളക്കം കിട്ടും. അപ്പോൾ വേര് നല്ല രീതിയിൽ ഇളവി കിടക്കുന്ന മണ്ണിൽ കൂടി ഓടിപ്പോകാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഓലയിൽ വരുന്ന മഞ്ഞളിപ്പ് അതൊക്കെ മാറുവാൻ ഏറ്റവും കൂടുതൽ മെഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തിടാൻ പോകുന്നത് CMS+ ആണ്. CMS+ എന്ന് വെച്ചാൽ കാൽഷ്യം മെഗ്നീഷ്യം സൾഫർ. ഈ തെങ്ങിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണത്. ഇത് നമ്മൾ സെക്കൻഡറി ന്യൂട്രിയൻസിൽ വരുന്ന വളമാണ്. അപ്പം ഒരു തെങ്ങിന് 1/2 കിലോ വെച്ച് ഇടണം. ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നല്ല മണ്ണ് ഇളക്കം കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ ഈ പറഞ്ഞ നമ്മൾ കിട്ടുന്ന ആദായത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻസ് ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു കരിക്കും വെള്ളമായിരുന്നാലും ശരി, നേരെ മറിച്ച് ഒരു തേങ്ങയ്ക്കായിരുന്നാലും നല്ല ഒരു ടേസ്റ്റ് എടുക്കാൻ ഈ CMS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ബോറാക്സ് ആണ്. അപ്പോൾ ഈ ബോറാക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മച്ചിങ്ങ കൊഴിച്ചൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വന്നിട്ട് ഒല്ലിക്കായ് പോലെ വരുന്നത്, ഈ തെങ്ങിൻ്റെ ഓല വന്നിട്ട് പനേര ഇല പോലെ ചേർന്ന് വരുന്നത്, ഇതെല്ലാം നമുക്ക് ഈ ബോറാക്സ് കൊണ്ട് പരിഹരിക്കാൻ പറ്റും. തെങ്ങിന് നമുക്ക് ബോറാക്സ് ഒരു കുറഞ്ഞ പക്ഷം ഒരു
100 ഗ്രാം, ഒരു 150 ഗ്രാം, 200 ഗ്രാം വരയ്ക്ക് നമുക്കൊരു തെങ്ങിനിടാവുന്നതാണ്. അപ്പോൾ ഈ തെങ്ങിൻ്റെ പൂക്കുലയിൽ ഇരുന്ന് ഈ മച്ചിങ്ങ ഇങ്ങനെ കരിഞ്ഞിരിക്കുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഒരു 50 ഒരു 100 ഗ്രാം വരയ്ക്കും ഉപയോഗിക്കാം. ഏറ്റവും കുറഞ്ഞ 25 ഗ്രാമാണ് ഒരു തെങ്ങിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓലയുടെ അഗ്രഭാഗം ഇങ്ങനെ കരിഞ്ഞ് മേലോട്ട് കയറുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഡിഫിഷ്യൻസിയാണ്, അത് നമുക്ക് ചെയ്യാം. ഇതിന് മുമ്പിലുള്ള വീഡിയോകൾക്കെല്ലാം ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജൈവവള പ്രയോഗം ചെയ്യുമ്പോഴും നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് അപ്ലിക്കേഷൻ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും മഴക്കാലത്തിൽ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ഇവിടെ മണ്ണ് നല്ലവണ്ണം നനഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എടുത്തു കൊടുക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള കുഴിയിലും നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ മണ്ണ് മൂടാതെ ഒരിക്കലും പോകരുത്. അപ്പോൾ ഈ ജൈവവള പ്രയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങളുടെ ആദ്യത്തെ രാസവള പ്രയോഗത്തിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, അതിനെ വലിയ രീതിയിൽ സക്സസ് ആക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ ഒരു കാലത്തിലും ജൈവവള പ്രയോഗം ചെയ്തതുകൊണ്ട് നഷ്ടം വരില്ല, ഉറപ്പിച്ച് പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വളപ്രയോഗം 100% വിശ്വസിച്ച് ചെയ്യാം, ഞാൻ ഗ്യാരണ്ടി. അപ്പം ഇനി തെങ്ങിനെക്കുറിച്ചിട്ടുള്ള ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഓരോരോ വീഡിയോ ആയിട്ട് നമുക്കിന്നും കാണാം. താങ്ക് യു.